കേരളത്തിൽ ഏകദേശം 140 മണ്ഡലങ്ങളിലാണ് ഇപ്രാവശ്യം തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. വളരെ രസകരമാണ്. ഈ 140 മണ്ഡലങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യം കണക്കുകൾ തന്നെ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ സ്വപ്ന ഭവനം താഴ്ന്നു പോയോ? റോഡിന്റെ കൺസ്ട്രക്ഷൻ മൂലം നിങ്ങളുടെ വീടിന്റെ ഫൗണ്ടേഷൻ ഇരുന്നു പോയോ? അതോ വീടിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയാണോ? നിങ്ങളുടെ ബിൽഡിംഗ് എന്തുമാകട്ടെ, അത് പൊളിക്കാതെ തന്നെ മാറ്റി സ്ഥാപിക്കുകയോ ഉയർത്തുകയോ ചെയ്യാം. 15 വർഷത്തിൽ പരം പ്രവൃത്തി പരിചയമുള്ള ആര്യാർജുൻ ഹൗസ് ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടേത് ഏതുതരം ബിൽഡിംഗും ആവട്ടെ, വീടോ ഓഫീസോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങോ പഴയതോ പുതിയതോ ആവട്ടെ, ഏതുതരം കൺസ്ട്രക്ഷനും മാറ്റി സ്ഥാപിക്കാനും ഉയർത്തുവാനും സാധിക്കുന്നു. പരിശീലനം ലഭിച്ച വിദഗ്ധരായ എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ 100 മുതൽ 200ഓളം ജാക്കികൾ ഉപയോഗിച്ച് അതീവ സുരക്ഷിതത്തോടെ ജോലികൾ പൂർത്തിയാക്കുന്നു. ഇതുകൂടാതെ ടൈൽ പാവിംഗ്, AC സർവീസ്, ഹൗസ് മെയിൻ്റനൻസ്, ഇന്റീരിയർ ആൻഡ് മോഡിഫിക്കേഷൻ, വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങി 10ഓളം സർവീസുകൾ ബഡ്ജറ്റ് റേറ്റിൽ ഞങ്ങൾ ചെയ്തു തരുന്നു. വ്യക്തമായ പ്ലാനും ഇൻഡസ്ട്രിയിലെ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റും കൃത്യനിഷ്ഠതയുമാണ് ഞങ്ങൾക്ക് 60-ൽ പരം സന്തുഷ്ട ഉപഭോക്താക്കളെ നേടിത്തന്നത്. നിങ്ങളുടെ സംതൃപ്തി ഞങ്ങളുടെ ഉറപ്പ്. ഫോർ മോർ ഡീറ്റെയിൽ കോൺടാക്ട് ആര്യാർജുൻ ഹൗസ് ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ്. ഇപ്പൊ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ഇങ്ങനെ പറഞ്ഞ് തിരുവനന്തപുരം വരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. 10-57 സീറ്റുകൾ CPM പണ്ടേ തൊട്ടേ കിട്ടുന്നു, 10-30 സീറ്റുകൾ പിന്നെ കോൺഗ്രസിന് കിട്ടുന്നു. ഇതെല്ലാം നമുക്ക് കൃത്യം അറിയാൻ പറ്റും. അതുപോലെ തന്നെ ബെൽറ്റുകൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ക്രിസ്ത്യൻ മേഖലയിൽ കേരള കോൺഗ്രസിന് നല്ലൊരു സാധ്യതയുണ്ട്. മലപ്പുറം എടുത്തു കഴിഞ്ഞാൽ അവിടെ മുസ്ലിം ലീഗിന് വലിയ സാധ്യതയുണ്ട്. അങ്ങനെ പിന്നെ തെക്കൻ കേരളം എടുത്തു കഴിഞ്ഞാൽ അവിടെ SNDP, NSS, CPM, കോൺഗ്രസിനും ഒക്കെ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് BJP വരുന്നു. ഇങ്ങനെ വളരെ വലിയ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം, കേരള രാഷ്ട്രീയത്തിൽ BJP എടുക്കേണ്ടുന്ന ഒരു സ്റ്റാൻഡിനെ സംബന്ധിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. BJP കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുക്കണം. കാരണം BJP ഭാവിയിൽ ഇവിടെ ഭരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിൽ BJP ആണ് ഇവിടെ പ്രധാനമായി വരണമെങ്കിൽ, രാജീവ് ചന്ദ്രശേഖരന്റെ ചില സൈലൻസും രാജീവ് ചന്ദ്രശേഖരന്റെ ചില തന്ത്രങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ വലിയ പരുക്ക് പറ്റാൻ പോകുന്നത് CPM-നായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ. അതായത് വളരെ രസകരമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത് UDF ആണ്. UDF കഴിഞ്ഞുകൊണ്ട് LDF കഴിഞ്ഞ് പിന്നെ BJP കുറെ വോട്ട് പിടിച്ചു. പക്ഷെ BJP അത് കഴിഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കൊടുത്ത ബൈറ്റിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഇനി കേരളം UDF-ഉം BJP-യും തമ്മിലാണ്, CPM ഇല്ല. ഇതാ പിക്ചറിൽ നിന്ന് പോയി. അന്ന് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചതാണ്, ഈ CPM-നെ കെട്ടിയാൽ അടുത്ത പ്രതിപക്ഷമായി വളർന്നു വരാൻ തൊട്ടടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായും അതിൻ്റെ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം എന്ന് പറഞ്ഞാൽ 10 വർഷത്തെ ഒരു കണക്കെടുത്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നീങ്ങുന്നത്. ഈ കാൽക്കുലേഷനിൽ വരുന്ന രസകരമായ ഒരു കണക്കെന്ന് പറഞ്ഞാൽ, BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു 4-5 സീറ്റ് ഇപ്പോൾ പിടിച്ചാൽ മതി. കാരണം ഭരണം പിടിക്കാൻ കഴിയത്തില്ല. അവർ 15, 10, 25 സീറ്റുകളിൽ അവർ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തുമായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, അതുപോലെ തന്നെ തൃശ്ശൂർ പോലുള്ള പല മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലം എടുത്തപ്പോൾ നിയമസഭാ മണ്ഡലം 1-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ആ മണ്ഡലങ്ങളിൽ പലതും നിലനിർത്തിയാൽ പാലക്കാടും മഞ്ചേശ്വരത്തിന് വേറെ കഥയുണ്ട് കേട്ടോ. മഞ്ചേശ്വരത്തിന് വേറെ, ഇന്നലെ എന്നെ മഞ്ചേശ്വരത്ത് നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു. അദ്ദേഹം തന്ന കുറെ കഥകളുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കാക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു 5 സീറ്റ് BJP പിടിക്കാൻ നോക്കുക. ഒരു 80 സീറ്റിൽ UDF-ന് വരുത്താനുള്ള സംവിധാനം ആലോചിക്കുക. ഒരുപാട് സീറ്റ് ആയിപ്പോയി കഴിഞ്ഞാലും പിന്നെ അഹങ്കാരമായിരിക്കും. പിന്നെ അടുത്തൊരു ഏകഛത്രാധിപതിയെ നമുക്ക് താങ്ങേണ്ടി വരും. താങ്ങാനുള്ള ഒരു കഴിവ് കേരളത്തിലില്ല. ഒരാളെ താങ്ങി തന്നെ കേരളം ഇങ്ങനെ റെഡിയായി നിൽക്കണം. ഇനി ഒരാളെ കൂടെ താങ്ങാനുള്ള കഴിവ് നമുക്കില്ല. അപ്പോൾ ഏകഛത്രാധിപതികളൊന്നും വേണ്ട. ഒരു 80 സീറ്റിൽ UDF അധികാരത്തിൽ വരട്ടെ. ഇതായിരിക്കണം BJP-യുടെ തന്ത്രം. ഇതാണ് BJP-യുടെ തന്ത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 80 സീറ്റിൽ അല്ലെങ്കിൽ 81, അതിനകത്ത് റൗണ്ട് ചെയ്ത് 80 സീറ്റിൽ UDF അധികാരത്തിൽ വരിക. 50-55 സീറ്റിലേക്ക് LDF താഴുക. സ്വാഭാവികമായും 5 സീറ്റിൽ BJP വരിക. ഇങ്ങനെ വന്നാലുള്ള രാഷ്ട്രീയ ഗുണങ്ങൾ ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത്, ഇങ്ങനെ വന്നാൽ പരമ്പരാഗതമായി ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് CPM-ന് വോട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈഴവ നായർ കമ്മ്യൂണിറ്റി. ആ നായർ കമ്മ്യൂണിറ്റിയെ പിളർക്കാൻ നന്നായി കഴിയും. അതിൽ ഒരു വിഭാഗം കോൺഗ്രസിൽ പോകും, പക്ഷെ നല്ലൊരു വിഭാഗം BJP-ക്ക് കിട്ടും. പിന്നെ ഈഴവരായിട്ടുള്ള ആളുകളുടെ BDJS-ന്റെ തുഷാർ വെള്ളാപ്പള്ളിയെ പിടിച്ച് രാജ്യസഭയിൽ കൊണ്ടുപോകണം. എന്നിട്ട് അദ്ദേഹത്തിന് മന്ത്രിയാക്കണം. ഇപ്പൊ അദ്ദേഹം മത്സരിച്ചിട്ടുമില്ല, അദ്ദേഹത്തിനെ കേന്ദ്രമന്ത്രിയാക്കണം. അതോടുകൂടി ഈഴവ കമ്മ്യൂണിറ്റിയെ വിശ്വാസത്തിലെടുക്കാനും അതിൽ നിന്ന് നല്ലൊരു ശതമാനം ആളുകളെ BJP കൊണ്ടുവരാൻ കഴിയും. പിന്നെയുള്ളത് മുസ്ലിം എന്ന് പറയുന്നത് സ്വാഭാവികമായും അവർ കോൺഗ്രസിന്റെ കൂടെ നിൽക്കും. എന്നാലും അതിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ.
ക്രിസ്ത്യാനികളുടെ ഇടയിലും ചില കാര്യങ്ങളൊക്കെ പറ്റും. ഇത് രണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആൾറെഡി കുറച്ച് കാര്യങ്ങൾ പറ്റിയിട്ടുണ്ട്. പാലായിലും കോട്ടയത്തും അവിടെ ഇപ്പം നരേന്ദ്രമോദി നേരെ പാലായിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറ്റും. അതെല്ലാം കൂടി വെച്ചുകൊണ്ടുള്ള ഒരു 5%, 10% ക്രിസ്ത്യാനികളെയും 10% വരുന്ന ഒരു ക്രിസ്ത്യാനികളെയും ഒരു 5% വരുന്ന മുസ്ലിങ്ങളെയൊക്കെ സ്വാധീനിക്കാൻ വിചാരിച്ചാൽ പറ്റും. കുറെ മുസ്ലിം സ്ഥാനാർത്ഥികളെ കൂടെ നിർത്താനും BJP ആലോചിക്കണം. ഇങ്ങനെ പിന്നെ മുസ്ലിംസിൽ നിന്ന് ചിലരെ കൂടി തിരഞ്ഞെടുത്ത് അവർക്കും ചില സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കണം. അപ്പൊ ഈ രണ്ട് കമ്മ്യൂണിറ്റിയെയും വിശ്വാസത്തിലെടുക്കുകയും CPM-നെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് രാജീവ് ചന്ദ്രശേഖർ വിഷ്വലൈസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പിന്റെ പ്രധാന പ്രതിപക്ഷമായും തീർച്ചയായിട്ടും ആർക്ക് വരാൻ പറ്റും? പിന്നെ BJPക്ക് വരാൻ പറ്റും. ഒരുപക്ഷെ ഭരണപക്ഷത്തേക്ക് തന്നെ നടന്നെടുക്കാൻ BJP കഴിഞ്ഞേക്കും. അഥവാ അപ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത് 36-ൽ തീർച്ചയായിട്ടും ഭരണപക്ഷത്തേക്ക് വരാൻ തന്നെ BJPക്ക് കഴിയുന്ന വേറൊരു പൊളിറ്റിക്സ് എടുക്കണം. കാരണം ഇപ്രാവശ്യം കൂടി കോൺഗ്രസ് തോറ്റുപോയാൽ മൂന്നാം തവണ കോൺഗ്രസ് തോറ്റു എന്ന് വിചാരിച്ചിട്ട് അവർ പിരിഞ്ഞു പോകാൻ സാധ്യതയില്ല. കാരണം മുസ്ലിം ലീഗും ലീഗായി തന്നെ നിൽക്കും. അത് വേറൊരു ഘടനയിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പോൾ രാജ്യത്ത് കോൺഗ്രസ് ഉള്ളത് കൊണ്ട് കോൺഗ്രസ് ഇന്ന് ആളുകളെല്ലാം കൂടി BJP വരുമെന്നൊന്നും കരുതുന്നത് ഭൂഷണമല്ല. അപ്പോൾ ചെറിയവനെ അടിക്കണം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ എടുത്തിട്ട് ആള് തമ്മിൽ ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ രാജ്യത്ത് കമ്പയർ ചെയ്യുമ്പോൾ വലിയവൻ കോൺഗ്രസ് ആണ്, ചെറിയവൻ CPM ആണ്. അപ്പൊ ചെറിയവനെ അടിച്ചിട്ട് ആ സ്പേസ് കയറുക എന്നുള്ളതാണ് പുതിയ തന്ത്രമായിട്ട് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ഇപ്രാവശ്യം UDF-ന് കൊടുക്കാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ. അങ്ങനെ UDF അധികാരത്തിൽ വന്നാൽ CPM-ന് എത്ര വോട്ട് സീറ്റ് കുറയുന്നുവോ അതിനനുസരിച്ചായിരിക്കും CPM-ന്റെ ബാക്കി നിലപാടുകൾ. ഇനിയൊരു പ്രശ്നം വരാൻ പോകുന്ന CPM നേരിടാൻ പോകുന്ന മറ്റൊരു അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധി പിണറായി വിജയന് 81 വയസ്സാകുന്നു എന്നുള്ളതാണ്. 81 വയസ്സാകുന്ന പിണറായി വിജയന് ഒരു 5 വർഷം കൂടെ കഴിഞ്ഞാൽ 86 വയസ്സ് കഴിയും. അപ്പോൾ പിണറായി വിജയൻ എന്തുമാത്രം ആരോഗ്യത്തോടു കൂടി രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള CPM-നെ നയിക്കാൻ കഴിയുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പിണറായി വിജയൻ ഒന്ന് മാറിയാൽ കല്ലിലടിച്ച പൂക്കുല പോലെ CPM-നകത്ത് ഒരുപാട് ആഭ്യന്തര കലാപം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കാരണം അതിൻ്റെ അകത്ത് 2ാം സ്ഥാനത്തിന് വേണ്ടി 3ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടൊക്കെ വലിയ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളായിരിക്കും നടക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് കാണാൻ പോകുന്ന ഒരു പൂരമാണ്. വളരെ കൃത്യമായി കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങൾ പോലല്ല. EMS ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ AKG ഉണ്ട്, ആ കാലം പോലല്ല. അപ്പോൾ ഒരുപാട് സെക്കൻഡ് ലീഡർഷിപ്പ് ഉണ്ടാവുകയും പാർട്ടി ഒരുപാട് കാര്യങ്ങൾ വരികയും ചെയ്തു. ഇപ്പോൾ അത് സ്വാഭാവികമായി ഒരു സ്വാഭാവിക മരണത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇതെല്ലാം രാജീവ് ചന്ദ്രശേഖറിന്റെ BJP മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അമിത്ഷാ ഇപ്പോൾ നേരത്തെ കോൺഗ്രസ് വിമുക്ത ഭാരതമെന്നും കോൺഗ്രസ് വിമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഒന്ന് മാറ്റി ചവിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൈകാര്യം ചെയ്യും. അത് ബംഗാളിലായാലും ത്രിപുരയിലായാലും കേരളത്തിലായാലും ഇതൊരു വേറൊരു രാഷ്ട്രീയം വരികയാണ്. ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് വേറൊരു വിഷയമുണ്ട്. എന്നാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫ് ആയിട്ടുള്ള കളി എന്ന് പറയുന്നത് UDF-നെ ഇപ്രാവശ്യം അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടൊന്ന് കണ്ണടയ്ക്കുന്നതാണ് BJPക്ക് നല്ലത്. അങ്ങനെ കണ്ണടയ്ക്കുന്ന രാഷ്ട്രീയം. കാരണം രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് സ്ട്രാറ്റജികളും തന്ത്രങ്ങളും അടവുകളും നയങ്ങളും സിദ്ധാന്തവും പ്രയോഗവും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ പറയില്ല, നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം 4-5 സീറ്റിലേക്ക് നിങ്ങൾ ചുരുങ്ങണം. 10-30 സീറ്റുകളെങ്കിലും നിങ്ങൾ നോക്കി വെച്ചിട്ട് ഒരു 4-5 സീറ്റിലേക്ക് ചുരുങ്ങണം. ബാക്കി സീറ്റുകൾ ഒരു 10-80 സീറ്റില്ലെങ്കിലും UDF വരും. അവർ വന്നാൽ സ്വാഭാവികമായിട്ട് മറ്റൊരു പൊളിറ്റിക്കൽ സാധ്യത BJPക്ക് ഇവിടെ കിടപ്പുണ്ട്. ഇത് വർക്കൗട്ട് ചെയ്യുമോ ഇല്ലേ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം.